വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. സ്വാമിയെ ശരണമയ്യപ്പ. കഴിഞ്ഞ ദിവസങ്ങളിൽ അലക്സാണ്ടർ ജേക്കബ് IPS സാറ് ഒരു മീഡിയയിൽ വളരെ കാര്യമായിട്ട് കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി. ശബരിമലയെപ്പറ്റി വലിയ പഠനങ്ങൾ നടത്തി അതിനുശേഷം ഒരുപാട് ഡാറ്റകൾ കളക്ട് ചെയ്തിട്ടാണ് സാറത് പറയുന്നത്. സാറിനോടുള്ള എല്ലാ ബഹുമാനങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് ഇത് പറയുന്നത്. സാറ് അറിവിൻ്റെ കാര്യത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത് ഞങ്ങളെല്ലാം സമ്മതിക്കുന്നു. പക്ഷേങ്കിൽ ശബരിമലയുടെ കാര്യം പറഞ്ഞതിൽ 4 അയ്യപ്പന്മാരും പല ജാതിക്കാരും ജാതീയ വ്യവസ്ഥയും അതിനിടയ്ക്കുള്ള യുദ്ധങ്ങളും ഇതെല്ലാം ഡാറ്റാബേസ് ഉണ്ടാക്കി അത് പറയുന്നതിൽ സാറ് വിചാരിച്ച കാര്യം ഓക്കെയാണ്, അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേങ്കിൽ ശബരിമലയുടെ കാര്യം, ആ വിശ്വാസത്തിൻ്റെ കാര്യം അതാണോ എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള വിശ്വാസികൾക്ക് സംശയകരമാണ്. ഞങ്ങളെപ്പോലെ എന്ന് പറഞ്ഞത് ഞങ്ങൾ സാധാരണ വിശ്വാസികളാണ്, അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നുമില്ല. വല്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഈ കാര്യത്തിൽ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല സംസാരിച്ചത് മുഴുവൻ. ചരിത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ചരിത്രം വളച്ചൊടിച്ചെടുത്തേക്കുന്ന കാര്യങ്ങളോ ആണ്, അല്ലെങ്കിൽ കിട്ടാവുന്ന അത്രയും രേഖകൾ ഇതായിരുന്നു. അപ്പോൾ അത്രയും രേഖകളല്ല സാർ, ഇവിടെ ഒരുപാട് രേഖകൾ വേണമല്ലോ. ഈ രേഖകൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് ഞങ്ങൾ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശബരിമലയെ ഇങ്ങനെ നിർത്തുന്നതും ശബരിമല ഉണ്ടാവുന്നതും ശബരിമലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അയ്യപ്പസ്വാമിയുടെ എല്ലാ കാര്യങ്ങളും അയ്യപ്പൻ എന്നുള്ള ഒരൊറ്റ പേര് മാത്രം കൊണ്ട് മാത്രമാണ് അവിടെ ശബരിമലയായി നിൽക്കുന്നത്. ഭക്തി എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ശബരിമലയെ ഇതേപോലെ കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടക്കാനും ഇത്രയധികം ആളുകൾ കയറാനും സാറ് പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കാനും കാരണം ഒന്ന് മാത്രമാണ്, ഭക്തി. അതൊന്ന് മാത്രമാണ്. ആ ഭക്തി ഇല്ലാത്തവർ ശബരിമലയുടെ ഭരണവും കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് സാർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് ഇത് തലകുത്തി വീഴാനുണ്ടായ കാരണം. അന്ന് 5000 പേര് വന്നിരുന്ന സമയത്ത് അതിനകത്ത് 4000 പേരും ഭക്തിയുള്ളവർ വന്നിരുന്നു എങ്കിൽ, അന്ന് കാത്തു സൂക്ഷിച്ചവരും അങ്ങനെയുള്ളവരായിരുന്നു എങ്കിൽ, ഇന്നത് കാത്തു സൂക്ഷിക്കുന്നതെല്ലാം ഏത് ജാതിക്കാരാണ്, ഏത് വിഭാഗക്കാരാണ്, ഏത് തരത്തിൽ ഭക്തിയുള്ളവരാണ് എന്ന് സാറിനെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല സാർ. അതുകൊണ്ട് തന്നെ ശബരിമല എന്നുള്ള ഒരു വികാരമാണ് സാർ, ഒരു ഭക്തിയാണ്. ഒരു ഭക്തന് മറ്റുള്ള കാര്യങ്ങളൊന്നും ഡാറ്റാബേസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല സാർ. അവന് അവിടെ എന്ത് പേരായാലും എന്ത് രൂപമായാലും എന്ത് ഭാവമായാലും എന്ത് തന്ത്രമായാലും എന്ത് പൂജകളായാലും ഏത് മേൽശാന്തി ആയാലും ഏത് തന്ത്രി ആയാലും ഇതൊന്നും ഭക്തന് ഭാഗമല്ല സാർ. അവിടെ ഒന്ന് മാത്രമാണുള്ളത്, അയ്യപ്പസ്വാമി മാത്രമാണുള്ളത്. സ്വാമിയെ ശരണമയ്യപ്പ.